enemy is ahead. We fight for justice. ഇറാഖിലെ കർബലയിൽ ഇമാം ഹുസൈനും ഉമവി ഭരണാധികാരിയായ യസീദും തമ്മിൽ നടന്ന യുദ്ധത്തിലാണ് ഈ ചരിത്രം തുടങ്ങുന്നത്. അറേബ്യയുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന ധീരനായ ഭാരതീയ ബ്രാഹ്മണനായിരുന്നു രഹാബ് സിദ്ദത്ത്. നീതിക്ക് വേണ്ടിയുള്ള ഇമാം ഹുസൈന്റെ പോരാട്ടത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം തന്റെ പുത്രന്മാരുമായി ഇമാം ഹുസൈന്റെ സൈന്യത്തോടൊപ്പം ചേർന്നു. യുദ്ധക്കളത്തിൽ ഇമാം ഹുസൈനെ സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ രഹാബ്ദത്തിന്റെ 7 പുത്രന്മാരും വീരവൃത്തി വരിച്ചു. സ്വന്തം മക്കളെ നീതിക്ക് വേണ്ടി ബലി നൽകിയ ആ ബ്രാഹ്മണന്റെ സ്നേഹം കണ്ട് ഇമാം ഹുസൈൻ അദ്ദേഹത്തിന് സുൽത്താൻ എന്ന പദവി നൽകി ആദരിച്ചുവെന്നാണ് ചരിത്രം. യുദ്ധത്തിന് ശേഷം ഇമാം ഹുസൈൻ രഹാബ്ദത്തിനോട് പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ബ്രാഹ്മണനാണ്. ഇനി മുതൽ നിങ്ങൾ ഹുസൈനി ബ്രാഹ്മൺ എന്ന് അറിയപ്പെടും. പിന്നീട് അറേബ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയ രഹാബ്ദത്തും കുടുംബവും തങ്ങളുടെ പേരിനൊപ്പം ഹുസൈനോടുള്ള ആദരസൂചകമായി ഈ പേര് ചേർത്തു. ഇന്നും അവരുടെ ഇടയിൽ ഒരു ചൊല്ലുണ്ട്, വാഹദത്ത് സുൽത്താൻ ഹിന്ദു കാ ധർമ്മ മുസൽമാൻ കാ ഈമാൻ. അതായത് ദത്ത് ഒരു മുസൽമാനാണ്, ഹിന്ദുവിന്റെ ധർമ്മവും മുസൽമാന്റെ വിശ്വാസവും അദ്ദേഹത്തിലുണ്ട്. ഹുസൈനി ബ്രാഹ്മണർ ഇന്നും മുഹറം മാസത്തിൽ ഇമാം ഹുസൈന്റെ രക്തസാക്ഷിത്വത്തിൽ ദുഃഖമാചരിക്കാറുണ്ട്. ഇവരുടെ ജീവിത രീതിയിൽ ഹിന്ദു മുസ്ലിം സംസ്കാരങ്ങളുടെ ഒരു സമന്വയം കാണാം. ഇവർ ഹൈന്ദവ ആചാരങ്ങൾ പാലിക്കുന്നുണ്ടെങ്കിലും ഇമാം ഹുസൈനെ തങ്ങളുടെ സംരക്ഷകനായി കരുതുന്നു. ഞങ്ങൾ ഹിന്ദുക്കളാണ്, എന്നാൽ ഹുസൈനെ സ്നേഹിക്കുന്നവരുമാണ് എന്നാണ് അവർ സ്വയം വിശേഷിപ്പിക്കുന്നത്. ആരാണ് ഇമാം ഹുസൈൻ? പ്രവാചകന്റെ പുത്രി ഫാത്തിമ ബീവിയുടെയും 4ാം ഖലീഫയായ അലി ബിൻ അബൂ ത്വാലിബിന്റെയും 2ാമത്തെ മകൻ. ഹിജ്റ 4ാം വർഷം മദീനയിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രവാചകന് 2 പേരക്കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്, ഹസൻ, ഹുസൈൻ. അവരെ പ്രവാചകൻ അതിരറ്റ് സ്നേഹിച്ചിരുന്നു. ഹുസൈൻ എന്നിൽ നിന്നുള്ളവനാണ്, ഞാൻ ഹുസൈനിൽ നിന്നുള്ളവനുമാണ് എന്ന നബിവചനം പ്രസിദ്ധമാണ്. സ്വർഗത്തിലെ യുവാക്കളുടെ നേതാക്കൾ എന്നാണ് പ്രവാചകൻ ഇവരെ വിശേഷിപ്പിച്ചത്. ഇമാം ഹുസൈൻ ചരിത്രത്തിൽ അനശ്വരനായത് AD 680 നടന്ന കർബല യുദ്ധത്തിലൂടെയാണ്. അന്നത്തെ ഭരണാധികാരിയായിരുന്ന യസീദിന്റെ അഴിമതിക്കും അനീതിക്കുമെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി. യസീദിന് അനുസരണ പ്രതിജ്ഞ ചെയ്യാൻ അദ്ദേഹം വിസമ്മതിച്ചു. ഇതിനെ തുടർന്ന് ഇറാഖിലെ കർബലയിൽ വെച്ച് തന്റെ കുടുംബത്തോടും 72 അനുയായികളോടും കൂടി അദ്ദേഹം ക്രൂരമായി രക്തസാക്ഷിയാക്കപ്പെട്ടു. ഹുസൈനി ബ്രാഹ്മണരുടെ പൂർവികനായ രഹാബ് സിദ്ദത്ത് തന്റെ 7 പുത്രന്മാരോടൊപ്പം ഇമാം ഹുസൈന് വേണ്ടി കർബലയിൽ പോരാടിയെന്നാണ് അവരുടെ വിശ്വാസം. ഇമാമിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ തന്റെ 7 മക്കളെയും അദ്ദേഹത്തിന് നഷ്ടമായി. ഒരു പിതാവ് തന്റെ മക്കളെ മറ്റൊരു മതത്തിൽപ്പെട്ട നേതാവിനായി ബലി കൊടുത്തു എന്നതിലാണ് ഈ ബന്ധത്തിന്റെ ആഴം അടങ്ങിയിരിക്കുന്നത്. യുദ്ധത്തിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങിയ ഈ വിഭാഗം തങ്ങളെ ഹുസൈനി ബ്രാഹ്മണർ എന്ന് വിളിച്ചു. അവർ ഇസ്ലാം മതം സ്വീകരിച്ചില്ല, മറിച്ച് തങ്ങളുടെ ഹിന്ദു വിശ്വാസങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെ ഇമാം ഹുസൈനെ തങ്ങളുടെ രക്ഷകനായി
ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചു. ഹുസൈനി ബ്രാഹ്മണർ നമുക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: വിശ്വാസങ്ങൾ വ്യത്യസ്തമാണെങ്കിലും അനീതിക്കെതിരായ പോരാട്ടത്തിൽ നമ്മൾ ഒറ്റ മതമാണ്.